നെക്സ്റ്റ് ഐ മൂവ് ഓൺ ടു സാലിം മുഹമ്മദ്. സാലിം സാർ ഒരു IT ഫേം അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഓഡിയൻസിനോട്, ഇവിടെ ഇരിക്കുന്നത് നല്ലൊരു ശതമാനവും ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഓൺട്രപ്രണേഴ്സ് എന്നാണ്. ഓക്കെ, ഒന്നുകിൽ ഇപ്പോൾ ഓൺട്രപ്രണർ ആണ്, അല്ലെങ്കിൽ ഇൻ കമ്മിങ് ഡേയ്സ് അല്ലേ, ഇൻ വെരി നിയർ ഫ്യൂച്ചർ ഓൺട്രപ്രണേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. എന്താണ് ഇവരോട് ഇന്നത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് സോഷ്യൽ മീഡിയ പ്രസൻസിനെ കുറിച്ച് ആസ് എ ബ്രാൻഡിങ് കൺസൾട്ടന്റ് സാലിം ഭായിക്ക് പറയാനുള്ളത്? ഓണല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഒരു ക്വസ്റ്റ്യനിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു നോർമൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ ഒരു ആൻസറിലോട്ട് പോകാമെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള ഒരു പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്ത് സൊല്യൂഷൻ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ ബൂമിംഗ് ആണെന്നുള്ളത് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിജിറ്റലിലാണ് ആളുകൾ. നമ്മുടെ ഓരോരുത്തരും എടുത്ത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ടൈമൊക്കെ നോക്കുമ്പോൾ ഏറ്റവും അധികം സ്വാഭാവികമായിട്ടും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ യൂട്യൂബ് അതുപോലെയുള്ള ഈവൻ ഇൻഫോർമേഷൻ ആണെങ്കിൽ കൂടി നമ്മൾ സെർച്ച് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അത് നമുക്കറിയാം, ആ പാട്ട് ഓക്കെയാണ്. ബട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് അതിൽ നമ്മൾ 100% വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മളെ സംസാരത്തിൽ, നമ്മളെ ചെയർമാൻ്റെ സംസാരത്തിലും സിഒൻ്റെ സംസാരത്തിലൊക്കെ ആ കോൺഫിഡൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ഡാം ഷുവറിൻ്റെ ജേണിയിൽ സിൻസ് 2019 ഓൺവേർഡ്സ് ഐ ആൾസോ ബി പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ ആ ജേണിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് നിങ്ങളെ എല്ലാ അസറ്റ് അത് മാർക്കറ്റ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം, എന്ത് പ്രോബ്ലമാണ് പിന്നെ നിങ്ങൾ സോൾവ് ചെയ്യാൻ കൊടുക്കുന്നത്, സൊല്യൂഷൻ കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ, നമ്മളൊക്കെ ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമറെ പെയിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. ആ പോയിൻ്റാണ്, കസ്റ്റമറെ പെയിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ പെയിൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് എൻ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോട്ട് തന്നെ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഒരു ബുക്കും പേപ്പറും പെന്നൊക്കെ വെച്ച് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ദെൻ വി ഹാവ് ടു ഗോ, നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണുള്ളത്, ഏത് മീഡിയയിലാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത്, അവരെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലൂടെ ഫസ്റ്റ് ഒരു എൻട്രി എന്നുള്ളത്. ബട്ട് അതിനപ്പുറത്ത് എന്താ വെച്ചാൽ നമ്മുടെ ബി എ ബ്രാൻഡ് അവർ സെൽഫ് എന്നുള്ളതാണ് ഇനിയുള്ള ആ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ആൻസറിൽ ഡയറക്റ്റ് പറയാനുള്ളത്. നമ്മളെ തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്നുള്ളൊരു ബ്രാൻഡ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആരെയാണ് ഓർമ്മ വരുന്നത്? സ്റ്റീവ് ജോബ്സ് എന്നുള്ള ഒരാളെ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നും സ്റ്റീവ് ജോബ്സ് ഇല്ലെങ്കിൽ കൂടി അതാണ് ബെസ്റ്റ്. ഈ ഒരു എക്സാമ്പിൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ പ്രൊഡക്റ്റിലുണ്ടായിരുന്ന നോളജും അതിൻ്റെ കോൺഫിഡൻസുമാണ് അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ ഈവൻ ടീമിലൂടെയൊക്കെ ആണെങ്കിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നു. ആ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും സ്മൂത്താക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ നോളജ് ആർക്കാവും? നേരത്തെ നമ്മൾ ആങ്കർ പറഞ്ഞു, ഈ പ്രൊഡക്റ്റിൻ്റെ ഈ ഡാം ഷോറിൻ്റെ ഹിസ്റ്ററി CEO ആണ് ഏറ്റവും ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അത് ഓണർഷിപ്പ്, ആ മാനേജീരിയൽ ലെവലിലുള്ള ആളുകൾക്കാണ് അതിനെ ഏറ്റവും കൂടുതൽ നന്നാക്കുക. തുടക്കം അവിടെ നിന്നാവണം, നമ്മൾ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് വരണം. ദെൻ ഒബ്വിയസ്ലി വി ഹാവ് ടു അസോസിയേറ്റ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊളാബറേഷൻസ് നീഡാണ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൽ പോകണം. ദെൻ വി ഹാവ് ടു ഗ്രോ. That's all. Thank you. Thank you, Salim sir.